ഇങ്ങനെ ചെറുതാക്കിയിട്ട് അതൊക്കെ ജായിസാണ് എന്ന് വരുത്തി തീർക്കുന്ന ചിന്താഗതിയുള്ളവരുണ്ടോ? അവരോടാ പറയുന്നത് നമ്മൾ വൈവാഹിക ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് ഇംഗ്ലീഷുകാരനെയല്ല. കാരണം ഇത് ഇംഗ്ലീഷുകാരന്റെ സുന്നത്തല്ല. വൈവാഹിക ജീവിതം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പള്ളിയിലെ ഉസ്താദോ അല്ലാത്തവരോ നമ്മളെ നിക്കാഹിന്റെ ഖുതുബയിലെ ഒരു ഹദീസ് ഓതിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ദീനിന്റെ 1/3 ഭാഗം ആ വൈവാഹിക ജീവിതം കൊണ്ട് അവർക്ക് തിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ ശരിയായ നിലക്ക് കൊണ്ടുപോകാനുള്ള കാരണം ഇത് നമ്മളെ ഖുതുബയിൽ നമ്മളെ ഉസ്താദ് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹദീസാണ്. ദീനിന്റെ 1/3 ഭാഗം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ആ വൈവാഹിക ജീവിതത്തെ ഇംഗ്ലീഷുകാരന്റെ മാതൃക നോക്കിയിട്ട് ഹലാലും ജായിസും മറാമും വ്യത്യാസമില്ലാതെ കറാഹത്തും ഒന്നും അതേ നോക്കാതെ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതോ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ചു വേണം, ചിലരിങ്ങനെ സ്റ്റാറ്റസ് വെക്കാണ്. എന്തെന്നറിയോ? സ്വന്തം മോള് കല്യാണത്തിന്റെ ദിവസം ഭർത്താവിനെയും കൂട്ടിയിട്ട് കുറച്ച് നാടന്മാരായ ആരാന്മാരെയും കൂട്ടിയിട്ട് സ്റ്റേജിന്റെ മേലെ നിന്ന് ചാടുന്ന വീഡിയോ. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോവാണ്, എത്രയാണ് മനുഷ്യൻ അത് പതിച്ചു പോകുന്നത്. ആ വീഡിയോ സ്റ്റാറ്റസ് വെക്കാണ്. അതിന്റെ അടിയിൽ ഇതാണ്, മാഷാ അല്ലാഹ് എന്റെ മോളെ വിവാഹം കഴിഞ്ഞു. അല്ലാഹു തആല അങ്ങ് സന്തോഷിച്ചു പോയി. കാരണം മാഷാ അല്ലാഹ് എഴുതിയല്ലോ. കള്ളു കുടിക്കുമ്പോൾ ബിസ്മിയും കൂട്ടി കുടിച്ചാൽ നല്ല സുഖം ഉണ്ടാവുമല്ലോ അല്ലേ? കള്ളു കുടിക്കുമ്പോൾ ബിസ്മിയും കൂട്ടിയിട്ട് തുടക്കത്തിൽ ബിസ്മി കൂട്ടിയില്ലേ, പിന്നെ കള്ളു കുടിച്ചാൽ എന്താ ബിസ്മി ഉണ്ടല്ലേ തുടങ്ങിയത് വലിയാരെ. ഇതുപോലെ വൈവാഹിക ജീവിതത്തിൽ 4 മാഷാ അല്ലാഹ് എഴുതിയിട്ട് മോളെ ചിത്രം വിട്ടാൽ അല്ലെങ്കിൽ മകളുടെ വീഡിയോ ചിത്രം വിട്ടാൽ ഈമാനുള്ള വിശ്വാസികളെ മാഷാ അല്ലാഹ് എഴുതിയത് കൊണ്ടല്ല പ്രശ്നവും തീർന്നെന്ന് വിചാരിച്ചോ? തബാറക്കല്ലാഹ്, പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുക്ക് ശുക്ർ. എല്ലാ തുള്ളലും റാഹത്ത് കഴിഞ്ഞു കിട്ടി. എന്നിട്ട് തുള്ളൽ ജനങ്ങളെ കണ്ടിട്ടില്ലേ എന്റെ മോള് ഇതാ പെയിന്റ് അടിച്ചിട്ട് തുള്ളുകയാണ്. ഓക്കുള്ള നിർമാത്രം ഒന്നല്ല, നിങ്ങൾ അതിനേക്കാളൊക്കെ ഞാള് മൊഞ്ചാക്കിയിട്ട് പെയിന്റ് ഒക്കെ അടിച്ചിട്ടാ കൊണ്ടുവന്നത്. ആർക്കെങ്കിലും ഒക്കെ കാണണമെങ്കിൽ നോക്കിക്കോ, എന്റെ മോള് മൊഞ്ച് നോക്കിയിട്ട് പറയും മക്കളെ മാഷാ അല്ലാഹ് അടിക്കടോ കമന്റ്. ആലോചിച്ച് നോക്ക്, ഏടിയായി കമന്റ് അടിക്കാൻ പറയുന്നത്? അള്ളാഹ്ക്കെതിരെ ചെയ്യാ. എന്നിട്ട് അതിന്റെ അടിയിൽ മാഷാ അല്ലാഹ് എന്ന് കമന്റ് എഴുതിക്കാണ്. തുടക്കത്തിൽ ഇയാൾ എഴുതി കൊടുത്തല്ലോ മാഷാ അല്ലാഹ്. അവൻ കുറെ മുസ്ലിമീങ്ങൾ, ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, നമ്മളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, വേറെ ഏതോ ആളുകളൊന്നല്ല ഞാൻ പറയുന്നത്, ഈ വീഡിയോന്റെ അടിയിൽ പോയിട്ട് മാഷാ അല്ലാഹ്, എന്താണ് മാഷാ അല്ലാഹ്ന്റെ വലിപ്പം. ആ മാഷാ അല്ലാഹ് വായിക്കുമ്പോൾ തന്നെ അങ്ങ് എണീറ്റ് പോകും. എന്തൊരു ഇഖ്ലാസാ പഠിച്ചോനെ. ആ പെണ്ണിന്റെ ചിത്രം കണ്ട പോനോട് അറിയാതെ അങ്ങ് പറഞ്ഞു പോയി മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ അജായിബ് അല്ലേ. എന്തൊരു സന്തോഷത്തിലാ മാഷാ അല്ലാഹ് എഴുതിയത്. എവിടെയാ എഴുതിയത്? പച്ചയായ ഹറാമിന്റെ ചുവട്ടില്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആരോടാണ് നമ്മൾ ഈ ധിക്കാരം കാണിക്കുന്നത്? എന്തേ ബദറിൽ ഇറങ്ങിയ ബദരീങ്ങളൊക്കെ മരിച്ചുപോയോ? ബദറിലിറങ്ങിയ ബദരീങ്ങൾ എന്തേ? ലോകത്ത് മുസ്ലിമീങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോ എന്തേ 313 സഹാബത്തിനെ സഹായിക്കാൻ മലക്കുകൾ ഉണ്ടായി? ഇത്രയും മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് എന്തേ ബദരീങ്ങൾ ഇല്ലാതെ പോയത്? എന്തേ ബദരീങ്ങളെ സഹായം ഇല്ലാത്തത്? അള്ളാന്റെ സഹായം ഇല്ലാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുസ്ലിമിന്റെ തലയിലെ തട്ടം ഇപ്പൊ എവിടെ എത്തി? എങ്ങോട്ടാ പോകുന്നത് എന്ന് എനിക്കറിയില്ല. കുറച്ച് മുമ്പൊക്കെ തലേന്റെ നെറ്റിന്റെ കുറച്ച് മേലെ കയറ്റിയിടലായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി, ഇപ്പൊ തോളിലായിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ തോളിലും ഉണ്ടാവൂല. അരേ കെട്ടുമെന്നാ എന്റെ ബേജാറ്. എന്നാലല്ലേ ബോഡി എടുത്ത് കാണിക്കുള്ളൂ. ബോഡി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അരേ കെട്ടും, തലയിലനി ഉണ്ടാവൂല. ഈ രൂപത്തിലേക്ക് നമ്മുടെ വീടുകൾ വേറെ എവിടെയെങ്കിലും നടക്കുന്നതല്ല ഞാൻ പറയുന്നത്. നമ്മളെ മുസ്ലിം സമുദായത്തിൽ വഅലിന്റെ സദസ്സിലൊക്കെ വന്നിരിക്കുന്ന പലരുടെയും വീടുകളിൽ പോലും ഇത്തരം ദുസ്വഭാവങ്ങൾ കടന്നു വരികയാണ്. എന്താ അതിനൊക്കെ ന്യായം? അവരൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ. നമ്മളെന്തോ പറഞ്ഞാൽ പറയും തള്ള വൈബ്, തന്ത വൈബ് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് തോന്നുകയാണ്, അല്ലാഹ് പിന്നെ ഞാൻ തന്ത വൈബാവോ, എന്നാ പിന്നെ ഓൻ എന്തെങ്കിലും ആക്കട്ടെ, എന്നെ തന്ത വൈബ് എന്ന് പറയും. അതിനേക്കാളും നല്ല ന്യൂ ജനറേഷനിൽ എന്തെങ്കിലും ആക്കട്ടെ, തുള്ളോ ചാടോ എന്ത് ചെയ്താലും എന്നെ തള്ള വൈബ് എന്ന് വിളിക്കരുത്. ആണല്ലോ ചില ആളുകൾക്ക് വയസ്സ് പറയാൻ ഭയങ്കര പേടിയാ. കാരണം വയസ്സ് തീരെ പറയുമ്പോഴത്തേക്ക് അസ്രായിൽ കേട്ടിട്ട് ഓടി വന്നാലോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. ഇതുപോലെ വയസ്സായാലും ഞാൻ തള്ളയായി എന്ന് പറയുന്നത് ഇഷ്ടം ഉണ്ടാകൂല, തന്തയായി എന്ന് പറയാൻ ഇഷ്ടം ഉണ്ടാകൂല. അവിടെ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറയുമെന്ന് പേടിച്ചിട്ട് ഒക്കെ ജായിസ്. എന്റെ വീട്ടിൽ എന്ത് നടന്നാലും കുഴപ്പമില്ല, ഞാൻ എന്നെ തള്ളയാക്കാണ്ടിരുന്നാ മതി, എന്നെ തന്തയാക്കാണ്ടിരുന്നാ മതി, തന്ത വൈബ് എന്ന് പറയാതിരുന്നാ മതി. ഇങ്ങനെയാണോ ഈമാനുള്ള വിശ്വാസികളെ നമ്മളെ ഈമാനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മളെ മക്കളെ ഈമാൻ സംരക്ഷിക്കേണ്ടത് ആരാ? നമ്മളെ ഈ മക്കളെ നമ്മൾ കുറ്റം പറയുന്നു. ചില ആളുകൾ പറയും ഇന്നത്തെ ജനറേഷന്റെ കാര്യം വലിയ ബേജാറാണ് അല്ലേ. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം കാലാവസ്ഥ നല്ല ചൂടായത് കൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ നിർത്തി നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ആലോചിച്ച് നോക്ക്,
ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നേക്കാം നിങ്ങളെ മലപ്പുറം ജില്ലയിലും ഈ പരപ്പനങ്ങാടി ഭാഗത്തൊന്നും അങ്ങനെ പറയലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ന്യൂ ജനറേഷൻ അങ്ങനെ മോശാക്കി പറയും, അങ്ങനെ പറയാ. ന്യൂ ജനറേഷൻ അല്ലാഹു ആലം എന്തായിരിക്കും ഇവരൊക്കെ അവസ്ഥ അല്ലെ? ഇവരൊക്കെ വലുതായിട്ട് എന്തായിരിക്കും പഠിച്ച റബ്ബേ? ഇപ്പൊ തന്നെ ഇവരൊക്കെ കോല എങ്ങനെയാണ്? ഇവര് വലുതായ എങ്ങനെയാ പഠിച്ചവനെ ഉണ്ടാകുക?